റോക്കി ബായ് ആണോ ഡോക്ടർ റോയ് ആണോ? Rocky Boy is real. I am real. നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് അഥവാ ഡോക്ടർ CJ റോയുടെ മരണം അക്ഷരാർത്ഥത്തിൽ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഡോക്ടർ CJ റോയ് എന്നത് കേവലം ഒരു ബിസിനസ്മാൻ മാത്രമായിരുന്നില്ല, അതിലുപരി ഏവരുടെയും സുഹൃത്തും സഹപാഠിയും ഒക്കെ തന്നെയായിരുന്നു. ആളുകൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏറ്റവും റീച്ചബിൾ ആയിട്ടുള്ള ഒരാളെന്നതിനപ്പുറം ഏവരോട് വലിയ രീതിയിൽ സൗഹൃദം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഡോക്ടർ CJ റോയ്. അങ്ങനെ ഒരാളുടെ അപ്രതീക്ഷിത മരണം, അതും ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സിനിമാ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ CJ റോയ് എക്കാലത്തെയും വലിയ വെൽവിഷറാണ്. സിനിമാ പ്രൊഡക്ഷൻ അപ്പുറം താരങ്ങളോട് വലിയ രീതിയിലുള്ള സൗഹൃദവും CJ റോയ്ക്കുണ്ടായിരുന്നു. അതിലുപരി മിക്ക താരങ്ങളുമായുള്ള പേഴ്സണൽ റിലേഷൻ തന്നെയാണ് CJ റോയെ ഏറ്റവും കൂടുതൽ ആരാധകരിലേക്ക് അടുപ്പിച്ചതും. ഒരു റങ്കണ്ണൻ ഇമേജിനപ്പുറം ഒരു നല്ല ബിസിനസ്സുകാരൻ എന്ന ഇമേജും ഡോക്ടർ CJ റോയ്ക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല, കാര്യമായിട്ടുള്ള ബ്ലാക്ക് മാർക്കുകളൊന്നും കരിയറിൽ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. പറഞ്ഞ സമയത്ത് പണി തീർത്ത് കൊടുക്കുന്ന ബിൽഡിംഗ് പ്രൊജക്റ്റുകൾ, അതിലുപരി സെറ്റിൽമെന്റുകൾ, ഏവരോടും മികച്ച രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരിൽ നിന്നിങ്ങനെ CJ റോയെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ പലതായിരുന്നു. എന്നാൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം CJ റോയ് എന്നത് എക്കാലത്തെ വലിയ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം 2012 പുറത്തിറങ്ങിയ കാസനോവ എന്ന ചിത്രമാണ്. കോൺഫിഡന്റ് കാസനോവ എന്നാണ് ആ ചിത്രം ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. മോഹൻലാലിനെ നായകനാക്കി റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത ചിത്രം ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ വന്ന അക്കാലത്തെ ഏറ്റവും വലിയ ഹൈപ്പ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. കോൺഫിഡന്റ് കാസനോവ അക്കാലത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ഏറിയ മലയാള ചിത്രം കൂടിയായിരുന്നു. ഏറ്റവും കൂടുതൽ ഹൈപ്പിനെത്തിയ, അതായത് ഒടിയൻ മരക്കേറയ്ക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വന്ന മോഹൻലാൽ ചിത്രമായിരുന്നു കാസനോവ. ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നുവെങ്കിലും ചിത്രത്തിന്റെ ബ്രാൻഡിങ്ങും പ്രൊമോഷനും സ്റ്റിൽസും എല്ലാം ഇന്നും ആരാധകർക്ക് വ്യത്യസ്തമെന്ന അപ്രോച്ച് നൽകുന്നവയാണ്. അതിന് ഏറ്റവും വലിയ കാരണം അത്തരത്തിലൊരു പ്രൊഡക്ഷൻ ഹൗസ് അതിനെ ബാക്ക് ചെയ്തു എന്നുള്ളതാണ്. 2012 കന്നഡ ചിത്രമായ ക്രൈസി ലോകയിലൂടെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മാണ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് 2013 രതന ലോക എന്ന കന്നഡ സിനിമയും ഡോക്ടർ CJ റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ നിർമ്മിച്ചു. ആ ലോഗോയെ ആളുകൾക്ക് നൽകുന്ന ട്രസ്റ്റ് വളരെ വലുതാണ്. അതുകൊണ്ട് ആ ചിത്രങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2012 കാസനോവ എന്ന ചിത്രത്തിന് ശേഷം തൊട്ടടുത്ത വർഷം ആശീർവാദ് സിനിമാസുമായി വീണ്ടും ഒരു കൊളാബറേഷനിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ചെയ്തു. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല, എന്നാൽ ചിത്രം കാര്യമായ രീതിയിൽ ബിസിനസ് നടക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തും ഈ ഒരു പേര് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മോഹൻലാലുമായുള്ള കൊളാബറേഷൻ തന്നെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഇത്രത്തോളം റീച്ച് ഉണ്ടാക്കിയതും. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അത്രമേൽ ഈ ഒരു ഗ്രൂപ്പ് ഫെമിലിയറായി. അതിനു മുമ്പ് ഐഡിയ സ്റ്റാർ സിംഗറിലെ വിജയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ഫ്ലാറ്റ് സമ്മാനിച്ചത്. അത് തന്നെ അക്കാലത്തുണ്ടാക്കിയ മാർക്കറ്റ് ചലനം വളരെ വലുതായിരുന്നു. ഇക്കാലത്ത് മാർക്കറ്റിംഗ് എന്നത് വളരെ സാധാരണമായി ഏവരും കാണുന്ന സമയത്തിന് ഏറെ മുമ്പാണ് ഇത്തരമൊരു വ്യത്യസ്തമായ മാർക്കറ്റിംഗിലൂടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് വിപണി പിടിച്ചടക്കുന്നത്. മലയാള സിനിമാ രംഗത്തേക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് കടക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ സാഗ സംഭവിക്കുന്നത്. അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ മലയാളികൾക്കിടയിൽ ഒരു ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പും ആ കാലങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു മലയാള ചിത്രത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഭാഗമാകുന്നത്. 2021 പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിലെ സിംഹം. കോ പ്രൊഡ്യൂസറായാണ് ഈ പ്രാവശ്യം കോൺഫിഡന്റ് ഗ്രൂപ്പ് ആശീർവാദിനൊപ്പം ചേർന്നത്. മരക്കാർ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വീണ്ടും ആ കൊളാബറേഷൻ ഏവരുടെയും ശ്രദ്ധ നേടി. പിന്നീട് സുരേഷ് ഗോപി നായകനാക്കിയ മെഹു മൂസ, 2025 ആദ്യം പുറത്തിറങ്ങിയ ഐഡന്റിറ്റി, ഇനി വരറിക്കുന്ന അനോമി എന്ന ചിത്രങ്ങളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിർമ്മാണ രംഗത്തേക്കുള്ള മറ്റ് സംഭാവനകൾ. ഈ കാലങ്ങളിലെല്ലാം വലിയ രീതിയിൽ മാർക്കറ്റിംഗിലൂടെ കോൺഫിഡന്റ് ഗ്രൂപ്പും ഡോക്ടർ CJ റോയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആദി എന്ന ചിത്രമാണ്. ആദി എന്ന ചിത്രത്തിൽ ക്യാമിയോ അപ്പിയറൻസ് ആയി ഡോക്ടർ CJ റോയ് എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സംഭവിക്കുന്നതും ഡോക്ടർ CJ റോയിലൂടെയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ റോൾസ് റോയ്സും ആ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനോടകം തന്നെ പല ചാനൽ റിയാലിറ്റി ഷോകളിലും അപ്രതീക്ഷിതമായി അതിഥിയായി ഡോക്ടർ CJ റോയ് പ്രത്യക്ഷപ്പെടുമായിരുന്നു.
ബാംഗ്ലൂർ ഹൈ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത കാലത്ത് മലയാളം മീഡിയസുമായി ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചത്. ഷൈൻ ടോമിനെ നായകനാക്കി മകളെ ലോഞ്ച് ചെയ്യുന്ന ചിത്രം കൂടിയായിരുന്നു ബാംഗ്ലൂർ ഹൈ. ചിത്രത്തിന്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഡോക്ടർ CJ റോയുടെ അപ്രതീക്ഷിത വിടവാങ്ങൽ ബിസിനസ് രംഗത്തും സിനിമാ ലോകത്തും ഉണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഏവരും എന്തുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു എന്ന അന്വേഷണത്തിൽ തന്നെയാണ്. വളരെ സ്ട്രോങ് ആയ, എന്തിനോടും വളരെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞെട്ടൽ വിട്ടുമാറാതെയാണ് ഇപ്പോഴും ബിസിനസ് ലോകമുള്ളത്.